ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽ വേൾഡ് വെബ്സൈറ്റ് ഹാക്കിംഗ് ടെക്നിക്സ് ആണ്. ഒരു ഹാക്കർ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തെല്ലാം ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് ഒരു വെബ്സൈറ്റിലുള്ള ആക്സസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എല്ലാം ഡെമോ കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി കാണുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. ആൻഡ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഡിസ്ക്ലൈമർ ഉണ്ട്. ഇത് കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാണിക്കുന്നതെല്ലാം നമ്മൾ ലൈവ് വെബ്സൈറ്റ് ഒന്നും അല്ല, നമ്മൾ ടെസ്റ്റിങ്ങിന് പെർമിഷനുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റൻഷനലി വണ്ണബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആൻഡ് ഇത് എങ്ങനെയാണ് ഒരു റിയൽ വെബ്സൈറ്റിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യുന്നത്, ഒരു റിയൽ വെബ്സൈറ്റിൽ എങ്ങനെയാണ് ഈ ഒരു വൾനറബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബഗ് ബൗണ്ടി കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഒരു ലൈവ് സൈറ്റിൽ ഫൈൻഡ് ചെയ്യേണ്ടത്, ഒരു വൾനറബിലിറ്റി എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇതുപോലൊരു വൾനറബിലിറ്റി നിങ്ങളൊരു വെബ്സൈറ്റിൽ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ അവർക്ക് റിപ്പോർട്ട് ചെയ്യാം, ആ ഒരു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ആ ഒരു കോഴ്സിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. സോ ജസ്റ്റ് അതിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. സോ നമുക്ക് നേരെ ടൈം കളയാതെ വീഡിയോയിലോട്ട് പോവാം. സോ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താണ് വെബ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് നോക്കാം. വെബ് എക്സ്പ്ലോയിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഹാക്കർ ഒരു വണ്ണബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് കണ്ടെത്തി അതിൽ ആക്സസ് കിട്ടാൻ നോക്കുന്ന ഒരു പ്രോസസ്സിനാണ് ഈ ഒരു വെബ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഡെവലപ്പേഴ്സാണ്. ഓക്കെ, സോ അവർ ചെയ്യുന്ന കോഡിൽ എന്തായാലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് അല്ലെങ്കിൽ ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ കാണും. സോ ഹാക്കേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെബ്സൈറ്റിൽ ചെറിയ ചെറിയ ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സെർവറിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു ആക്സസും കാര്യങ്ങളൊക്കെ എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന യൂസേഴ്സിൻ്റെ ഡേറ്റാസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുക. ആ ഒരു കാര്യത്തിനെയൊക്കെയാണ് ബേസിക്കലി ഈ ഒരു വെബ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു വെബ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാക്കേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇഞ്ചക്ഷൻ അറ്റാക്സ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രോക്കൺ ഒതൻറ്റിക്കേഷൻ, നമ്മൾ ഈ ഒരു ലോഗിൻ ഫോംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒതൻറ്റിക്കേഷൻ റിലേറ്റഡ് ഏരിയാസിൽ എന്തെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മിസ്കോൺഫിഗറേഷൻസ് വരാം, പ്രോപ്പറായിട്ട് എന്തെങ്കിലും ഒരു എന്തെങ്കിലും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കോൺഫിഗർ ചെയ്യാതെ വരുന്ന ആ ഒരു ഇഷ്യൂസിൻ്റെ കൊണ്ട് നമുക്ക് ആ ഒരു വെബ്സൈറ്റിലുള്ള ആക്സസും കാര്യങ്ങളൊക്കെ എടുക്കാം. സോ ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് ഉണ്ട്. സോ ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഒരു ഹാക്കർ ഒരു വെബ്സൈറ്റിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ മെയിൻലി അവർ ഒരു ഹാക്കർ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ആണ് വണ്ണബിൾ ആയിട്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ട് വണ്ണബിലിറ്റീസ് ഫൈൻഡ് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് ആണ്. ഒന്ന് ലോഗിൻ ഫോംസ്. സോ ഇവിടെ ഒതൻറ്റിക്കേഷൻ റിലേറ്റഡ് വണ്ണബിലിറ്റീസ് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് കോൺടാക്ട് ഫോംസും ഫീഡ്ബാക്ക് ഫോംസ്. സോ ഇത് ഡയറക്റ്റ്ലി നമ്മളെ ഈ ഒരു സെർവറിലോട്ട് അല്ലെങ്കിൽ അഡ്മിനും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു കാര്യമാണ്. സോ ഇവിടെ നമ്മൾ മലീഷ്യയുള്ള പേലോഡ്സും കാര്യങ്ങളൊക്കെ ഇഞ്ചക്ട് ചെയ്തിട്ട് നമുക്ക് അവരുടെ കുക്കീസും കാര്യങ്ങളൊക്കെ എടുത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ URL പാരാമീറ്റർ. സോ മെയിൻലി നമ്മുടെ ഈ XSS കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ LFI ആ ഒരു ടൈപ്പിലുള്ള വൾനറബിലിറ്റീസ് ഒക്കെ വരുന്നത് നമ്മൾ മെയിൻലി URL പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ചിട്ടാണ്, പാരാമീറ്റേഴ്സിലൊക്കെയാണ്. സോ നമ്മൾ അത് ഒരു മെയിൻ ആയിട്ടുള്ളൊരു വൾനറബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പിന്നെ മെയിൻലി വരുന്ന ഫയൽ അപ്ലോഡാണ്. സോ നമുക്ക് നിങ്ങൾ വെബ്സൈറ്റൊക്കെ കയറുന്ന ടൈമിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചിലപ്പോൾ ചില സൈഡിലൊക്കെ നിങ്ങൾക്ക് PDF അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഇങ്ങനത്തെ അപ്ലോഡ് ഫങ്ഷനാലിറ്റിയിൽ മലീഷ്യയുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ലൈക്ക് റിവേഴ്സലും റിമോട്ട് കോഡ് എക്സിക്യൂഷൻസും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. സോ ഈ ഒരു ഏരിയാസ് ആണ് കോമൺലി അല്ലെങ്കിൽ കൂടുതലായിട്ട് വണ്ണബിൾ ആയിട്ടുള്ള ഒരു ഏരിയാസ് എന്ന് പറയാം. ഇത് മാത്രമല്ല പല ടൈപ്സ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മെയിൻലി നമ്മൾ ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു അറ്റാക്കിങ് കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് ഓരോ വണ്ണബിലിറ്റി ടെക്നിക്സും അതുപോലെ തന്നെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡെമോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമ്മുടെ ഫസ്റ്റ് വണ്ണബിലിറ്റി എന്ന് പറയുന്നത് SQL ഇഞ്ചക്ഷൻ വണ്ണബിലിറ്റിയാണ്. നമ്മൾ ഈ ഒരു വണ്ണബിലിറ്റിയെ പറ്റി ഓൾറെഡി നമ്മുടെ ഈ ഒരു എത്തിക്കൽ ഹാക്കിംഗ് സീരീസിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതെന്താണെന്ന് പറഞ്ഞുതരാം. ബേസിക്കലി ഈ ഒരു അറ്റാക്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ യൂസർ കൊടുക്കുന്ന ഇൻപുട്ട് പ്രോപ്പറായിട്ട് ഫിൽട്ടർ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ബേസിക്കലി ഈ ഒരു വണ്ണബിലിറ്റി ഉണ്ടാകുന്നത്.
ഇവിടുത്തെ കേസിൽ ഇങ്ങനെ ഒരു സിനാരിയോ ആണെങ്കിൽ ഹാക്കർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇൻപുട്ടിനെ ആ ഒരു ഹാക്കർ മാനിപ്പുലേറ്റ് ചെയ്ത് മലീഷ്യസ് ആയിട്ടുള്ള ക്വറീസും കാര്യങ്ങളൊക്കെ ഇൻജെക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഒതൻറ്റിക്കേഷൻസും കാര്യങ്ങളൊക്കെ ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു നമ്മുടെ ഈ ഇൻപുട്ട് ചെയ്യുന്ന ആ ഒരു ആ ഒരു ക്വറി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡേറ്റാബേസിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ബേസിക്കലി ഈ ഒരു അറ്റാക്ക് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒവാസ്റ്റ് ജൂഷോപ്പ് എന്ന് പറയുന്ന ഒരു നമുക്ക് ഈ ഒരു ഹാക്കിംഗ് പർപ്പസിന് വേണ്ടി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മെഷീനാണ്. ഇതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ട്രൈഹാക്മിക്കകത്തും ഇതിൻ്റെ ലാബ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. സോ ബേസിക്കലി ഇതൊരു ഷോപ്പിംഗ് വെബ്സൈറ്റിൻ്റെ ഒരു മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നമുക്ക് ആസ് എ നോർമൽ യൂസർ അല്ലെങ്കിൽ ആസ് എ അറ്റാക്കർ നമുക്കിവിടെ നമുക്ക് ബാക്കിയുള്ള യൂസേഴ്സിൻ്റെ ഇമെയിൽ ഐ ഡിയോ പാസ്വേഡ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ SQL ഇഞ്ചക്ഷൻ വൾനറബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു വെബ്സൈറ്റിലോട്ട് അല്ലെങ്കിൽ അഡ്മിനായിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കയറുന്നു. ഓക്കെ, സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫ്ലോ എങ്ങനെയാണ് നോക്കാം. സോ ബേസിക്കലി നമ്മൾ നോർമലി ചെയ്യുന്ന കണക്ക് ജസ്റ്റ് ഒരു പാസ്വേഡ്സും യൂസർ നെയിമും ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ജസ്റ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്ത് നോക്കുക, റെസ്പോൺസ് എന്താ വരുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻവാലിഡ് ഇമെയിൽ ഐ ഡി ഓർ പാസ്വേഡ് ആണ്. നമുക്കറിയാം നമ്മൾ കൊടുത്തത് വാലിഡ് അല്ല. ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ടൂളാണ് ബബ്സ്യൂട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെബ് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളാണ് ഈ ഒരു ബബ്സ്യൂട്ട്. സോ ഈ ഒരു ബബ്സ്യൂട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്യാം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ആ ഒരു റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റിക്വസ്റ്റിന് ജസ്റ്റ് നമുക്ക് റിപ്പീറ്ററിലോട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ, സോ അതിന് ശേഷം നമ്മൾ പ്രോക്സി ഓഫ് ചെയ്യുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടെ സെൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻവാലിഡ് ആയിട്ടുള്ളൊരു യൂസർ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് 401 അൺഓതറൈസ്ഡ് ആണ്. അതുപോലെ തന്നെ ഇൻവാലിഡ് ഇമെയിൽ ഓർ പാസ്വേഡ് എന്ന് പറയുന്ന ഈ ഒരു എററാണ് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി ഈ ഒരു വൾനറബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഇതുപോലത്തെ സിംഗിൾ കോട്ടും ഡബിൾ കോട്ടും ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ റെസ്പോൺസ് നോക്കും. ഇപ്പോൾ 401 ആണ് കിട്ടിയത്. ഇതിലെന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. സോ ജസ്റ്റ് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു എറർ എന്ന് പറയുന്നത് 500 ഇൻറ്റേർണൽ സെർവർ എററാണ്. ഓക്കെ, സോ നമ്മുടെ ഡേറ്റാബേസിൻ്റെ SQL എറർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഈ ഒരു കൊടുത്ത ഇൻപുട്ട് കാരണം നമുക്ക് ഈ ഒരു SQL ഡേറ്റാബേസിൽ പ്രോബ്ലം ഉണ്ടായി. നമുക്ക് പ്രോപ്പറായിട്ട് ഡേറ്റാസും കാര്യങ്ങളൊക്കെ ഫെച്ച് ചെയ്യുന്നില്ല. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പാസ് ചെയ്യുന്ന ആ ഒരു ക്വറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ സെലക്ട് സ്റ്റാർ ഫ്രം യൂസർ വെയർ ഇമെയിൽ ഐ ഡി ഈക്വൽ ടു നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡി ആൻഡ് പാസ്വേഡ് ഈക്വൽ ടു നമ്മൾ കൊടുത്ത പാസ്വേഡിൻ്റെ ഒരു ഹാഷ് ആണെന്ന് തോന്നുന്നു. ആൻഡ് ഡിലീറ്റ് ഈസ് ഈക്വൽ ടു നൾ എന്ന് പറയുന്ന ഈ ഒരു ക്വറിയാണ് ഇവിടെ പാസ്സാവുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്വറിയെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ സിംഗിൾ കോഡിന് പകരം നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത് മലീഷ്യസ് ആയിട്ടുള്ള ഒരു ക്വറിയാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് സിംഗിൾ കോട്ട് ആഫ്റ്റർ ദാറ്റ് ഓർ 1 ഈക്വൽ ടു 1. ഓക്കെ, സോ നമുക്ക് ആദ്യം സിംഗിൾ കോട്ട് കൊടുക്കാം. 1 ഈക്വൽ ടു 1. ആഫ്റ്റർ ദാറ്റ് ഞാൻ ഇവിടെ മൈനസ് കൊടുക്കുന്നു. ഓക്കെ, സോ ഈ ഒരു പേലോഡ് ഞാൻ ഇവിടെ ഇമെയിലിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം നോക്കാം. ബേസിക്കലി ഇതൊരു മലീഷ്യസ് ആയിട്ടുള്ളൊരു പേലോഡാണ്. ആൻഡ് ഇവിടെ ഞാൻ ആ ഒരു ഇമെയിൽ ഐ ഡിക്ക് പകരം ഞാൻ ഇത് കൊടുത്തു. ജസ്റ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, സോ ഞാനിപ്പോൾ ഈ ഒരു പേലോഡ് ഞാൻ ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഇവിടെ ആ ഒരു ഓർ സ്മോൾ മാറ്റിയിട്ട് ക്യാപിറ്റൽ ആക്കിയിട്ടുണ്ട്. സോ ജസ്റ്റ് ഇത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ നമുക്ക് പേലോഡായിട്ട് കൊടുക്കാം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് റെസ്പോൺസാണ് വരുന്നതെന്നുള്ള കാര്യം നോക്കാം. സോ ജസ്റ്റ് ഞാനിവിടെ സെൻഡ് കൊടുക്കുന്നു.
ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ 200 ഓക്കെ ആൻഡ് ഇവിടെ നമുക്ക് ടോക്കണും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ admin@juiceshop.com ആണ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മളിവിടെ അഡ്മിനായിട്ട് ലോഗിൻ ചെയ്ത് കയറിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബ്രൗസറിൽ വന്ന് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്മിനായിട്ട് ലോഗിൻ ചെയ്ത് കയറിയിട്ടുണ്ട്. സോ ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ ലോഗ് ഔട്ട് ചെയ്യുന്നു ആൻഡ് ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ ഇമെയിലിന് വരെ നമ്മുടെ ആ ഒരു പേലോഡ് ഇട്ടു, ജസ്റ്റ് റാൻഡമായിട്ട് എന്തെങ്കിലും പാസ്വേഡ് കൊടുത്തു, ജസ്റ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, സോ നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്ത് കയറിയാണല്ലോ, അഡ്മിനായിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കയറി. സോ ബേസിക്കലി ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്ത പേലോഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം യൂസർ വേർ ഇമെയിൽ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ പേലോഡ് ഇവിടെ കൊടുത്തല്ലോ. ആഫ്റ്റർ ദാറ്റ് ഇവിടെ നമ്മൾ ഈ ഒരു മൈനസ് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, സോ ഈ ഒരു മൈനസ് കൊടുക്കുന്ന ടൈമിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതുവരെ ചെക്ക് ചെയ്യത്തുള്ളൂ. ഇതിന് ശേഷം വരുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യും. ഓക്കെ, സോ ആസ് എ റിസൾട്ട് നമുക്ക് അറ്റാക്കറിന് ഫസ്റ്റ് യൂസർ നെയിം, ടേബിളിൻ്റെ അകത്തുള്ള ഫസ്റ്റ് യൂസർ നെയിം ഏതാണോ ആ ഒരു യൂസറായിട്ട് ലോഗിൻ ചെയ്ത് കയറിപ്പോകാൻ പറ്റും. സോ ഇവിടുത്തെ കേസിൽ ഫസ്റ്റ് യൂസർ നെയിം എന്ന് പറയുന്നത് അഡ്മിനാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ അഡ്മിനായിട്ട് ലോഗിൻ ചെയ്ത് കയറിയിരിക്കുന്നത്. സോ ഇതാണ് അറ്റാക്കർ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ടെക്നിക്ക്, SQL ഇഞ്ചക്ഷൻ. ഇത് മാത്രമല്ല, ഇത് വളരെ സിമ്പിളായിട്ടൊരു ടെക്നിക്കാണ്. ഇതിന് പുറമെ നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ഈ ഒരു SQL ഇഞ്ചക്ഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈവ് സൈറ്റിൽ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമെല്ലാം നമ്മൾ ആ കോഴ്സിൽ പറയുന്നുണ്ട്. സോ ജസ്റ്റ് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാവും. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ടെക്നിക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ടെക്നിക്കാണ് XSS അഥവാ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതും ബേസിക്കലി ഒരു ഇഞ്ചക്ഷൻ ടൈപ്പ് അറ്റാക്കാണ്. മറ്റേന്ന് പറഞ്ഞാൽ സർവർ സൈഡ് ഇഞ്ചക്ഷൻ ആണ്, ബട്ട് ഇത് ക്ലയൻറ്റ് സൈഡിലാണ് കൂടുതലായിട്ട് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നത്. സോ ബേസിക്കലി ഈ ഒരു XSS യൂസ് ചെയ്തിട്ട് അറ്റാക്കർ വിക്ടിമിൻ്റെ ബ്രൗസറിൽ മലീഷ്യസ് ആയിട്ടുള്ള ജാവാ സ്ക്രിപ്റ്റ് കോഡും കാര്യങ്ങളൊക്കെ ഇഞ്ചക്ട് ചെയ്യും. ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു വിക്ടിമിൻ്റെ സെഷൻ കുക്കീസ്, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അറ്റാക്കറിനെ നമ്മൾക്ക് റീഡയറക്റ്റ് ചെയ്തിട്ട് നമുക്ക് വേറൊരു മലീഷ്യ അല്ലെങ്കിൽ ഫിഷിംഗ് വെബ്സൈറ്റിലോട്ട് നമുക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു XSS ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ബേസിക്കലി ഞാൻ ഈ ഒരു XSS വൾനറബിലിറ്റിയുടെ ഒരു ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ഈ ഒരു XSS നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് നമുക്ക് മെയിൻലി സെർച്ച് ഓപ്ഷനിലാണ്, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു XSS തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നമുക്ക് റിഫ്ലക്റ്റഡ് XSS ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോർഡ് XSS ഉണ്ട്, ഡോം ബേസ്ഡ് XSS ഉണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ടൊരു റിഫ്ലക്റ്റഡ് XSS എങ്ങനെ ഫൈൻഡ് ചെയ്യാം, അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് XSS യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ജസ്റ്റ് ബേസിക്കലി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് മോസ്റ്റ്ലി നമുക്കിവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് നമുക്ക് അവിടെ തന്നെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഞാനിവിടെ ജസ്റ്റ് ഇവിടെ ടെസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുന്നു, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഇപ്പം നിങ്ങൾ നോക്കിയാൽ നമ്മളിവിടെ എന്താണ് സെർച്ച് ചെയ്യുന്നത് അതിവിടെ നമുക്ക് റിഫ്ലക്റ്റ് ആവുമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഞാനിവിടെ വന്നിട്ട് ഹായ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ കൊടുത്ത ടെക്സ്റ്റ് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഇതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഞാനിവിടെ ആ ഒരു ഹായ് എങ്ങനെയാണ് ഇഞ്ചക്റ്റ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് നോക്കാം. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹായ് എന്ന് പറയുന്ന ഒരു ടാഗിൻ്റെ അകത്താണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ടാഗിൻ്റെ അകത്താണ് കാണുന്നത്. സോ ഞാനിവിടെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാനിവിടെ ഒരു H1 എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്മൾ HTML അറിയാമെങ്കിൽ നിങ്ങൾക്കറിയാം. സോ ഒരു ഹെഡിങ്ങിന് യൂസ് ചെയ്യുന്ന H1 ടാഗാണ്. സോ ഞാനിവിടെ H1 ടാഗിൻ്റെ അകത്ത് ഞാൻ ചുമ്മാ ഒന്ന് ഇട്ട് നോക്കുകയാണ് ഇവിടെ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ കൊടുക്കുന്ന ടാഗ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു H1 ടാഗോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഹായ് എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. സോ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇത് സെർച്ച് ചെയ്ത ടൈമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ, നമ്മൾ നേരത്തെ ഹായ് എന്ന് പറയുന്നത് ഇവിടെ ടോപ്പിലാണ് വന്നത്. ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കോഡിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് നോക്കാം. സോ കോഡിൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ആ ഒരു ടാഗിൻ്റെ അകത്ത് കിടന്ന് ഇവിടെ നമ്മൾ കൊടുത്ത ടാഗ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ XSS പോസിബിൾ ആണ്. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് HTML ഇഞ്ചക്ഷൻ ആണ്. സോ ഇവിടെ XSSും പോസിബിൾ ആവാൻ ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ iframe എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. നമുക്ക് ഈ ഒരു HTML ഒരു ടാഗാണ്. സോ ജസ്റ്റ് അതിവിടെ കൊടുത്തിട്ട് ഞാൻ ഈ ഒരു പേലോഡ് ഇവിടെ ഇഞ്ചക്ട് ചെയ്യുകയാണ്. iframeൻ്റെ അകത്ത്
നമ്മളൊരു ജാവാസ്ക്രിപ്റ്റ് അലേർട്ട് കൊടുത്തു ഹാക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ ഇതൊന്ന് സെർച്ച് ചെയ്യാണ്. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ വന്നിരിക്കുന്നുണ്ടോ, ഹാക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്നിരിക്കുന്നുണ്ടോ ആ ഒരു പെർട്ടിക്കുലർ IP അഡ്രസ്സ് ആൻഡ് ഹാക്ക്ഡ് എന്ന് പറഞ്ഞിട്ടൊരു പോപ്പപ്പ് വന്നു. ഓക്കെ, സോ ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഇവിടെ നിങ്ങൾ URL നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ URLലും ഈ ഒരു പെർട്ടിക്കുലർ ആ ഒരു കൊടുത്ത കോഡ് നിങ്ങൾക്ക് ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നത് കാണാം. ഇനി ഞാൻ ഇത് കോപ്പി ചെയ്ത് ഞാൻ ഒരു വിക്ടിമിന് അയച്ചു കൊടുക്കുകയാണ്. ഓക്കെ, വിക്ടിം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ പ്രൈവറ്റ് ബ്രൗസർ യൂസ് ചെയ്യണം. സോ ഞാൻ ഈ ഒരു ലിങ്ക് വിക്ടിം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. നമ്മൾ ഈ ഒരു കൊടുത്ത ഹാക്ക്ഡ് എന്ന് പറഞ്ഞ ആ ഒരു പോപ്പ് വരോ ഇല്ല എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ആ ഒരു പോപ്പപ്പ് വരുന്നുണ്ട്. സോ ബേസിക്കലി ഈ ഒരു അറ്റാക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു വിക്ടിമിനെ വേറൊരു സൈറ്റിലോട്ട് നമുക്ക് റീഡയറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ അഡ്മിനായിട്ട് ലോഗിൻ ചെയ്തിരിക്കും നമുക്ക് അഡ്മിൻ്റെ ആ ഒരു കുക്കീസും കാര്യങ്ങളൊക്കെ സ്റ്റീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഞാൻ ബേസിക്കലി ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു XSS ത്രൂ റീഡയറക്റ്റ് ചെയ്ത് പോകുന്ന ഒരു പേലോഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു റീഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, സോ നമ്മൾ ഈ ഒരു പേലോഡാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ഇമേജ് എന്ന് പറയുന്ന ഒരു ടാഗിൻ്റെ അകത്ത് നമ്മൾ റീഡയറക്റ്റ് ആയി പോവേണ്ട ആ ഒരു ലൊക്കേഷൻ കൊടുത്തിട്ടുള്ള ഒരു പേലോഡാണ്. സോ ജസ്റ്റ് ഞാൻ ഇത് കോപ്പി ചെയ്യുന്നു. ഇത് കോപ്പി ചെയ്തിട്ട് ഞാൻ ഈ ഒരു URL ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, സോ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന URL ഇതാണ് ഫൈനൽ URL. ഇനി നമുക്ക് ഈ ഒരു URL നമുക്ക് വിക്ടിമിന് അയച്ചു നോക്കാം. സോ വിക്ടിം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പ്രൈവറ്റ് ബ്രൗസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഞാൻ ഇവിടെ പ്രൈവറ്റ് ബ്രൗസറിൽ ഇത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് റീഡയറക്റ്റ് ചെയ്ത് നമ്മുടെ ഏത് വെബ്സൈറ്റാണോ കൊടുത്തത് ആ ഒരു വെബ്സൈറ്റിലോട്ട് റീഡയറക്റ്റ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പം ഞാൻ evil.comന് പകരം ഞാൻ ഇവിടെ മലീഷ്യയുള്ള ഏതെങ്കിലും ഒരു ഫിഷിംഗ് വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നവർ ഇപ്പം നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നത് ഈ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മലീഷ്യസ് വെബ്സൈറ്റിലോട്ടായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇത് ലെജിറ്റിമേറ്റ് ആണെന്നും പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കും. സോ ബേസിക്കലി ഈ ഒരു ടൈപ്പിലാണ് ഈ ഒരു XSS അറ്റാക്ക് നമ്മൾ എക്സ്പ്ലോയിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു കോഴ്സിൽ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ യൂട്യൂബിൻ്റെ പെർമിഷൻ ലൈക്ക് പോളിസീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള എക്സ്പ്ലോയിറ്റേഷൻസും കാര്യങ്ങളൊന്നും കാണിക്കാൻ പെർമിഷൻ ഇല്ല. ഓക്കെ, സോ ഞാൻ ഇതാണ് വേറൊരു അറ്റാക്കിംഗ് ടെക്നിക്ക്. ഹാക്കേഴ്സ് യൂസ് ചെയ്യുന്ന വേറൊരു അറ്റാക്കിംഗ് ടെക്നിക്കാണ് ഈ ഒരു XSS എന്ന് പറയുന്ന മെത്തേഡ്. ഹാക്കേഴ്സ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു ടെക്നിക്കാണ് ബ്രോക്കൺ ഒതൻറ്റിക്കേഷൻ. സോ ബ്രോക്കൺ ഒതൻറ്റിക്കേഷൻ തന്നെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു മെത്തേഡാണ് ബ്രൂട്ട് ഫോഴ്സ്. നമ്മൾ ഈ ലോഗിൻ പേജും കാര്യങ്ങളൊക്കെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യുക. ഈ ഒരു വണ്ണബിലിറ്റി വരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ പുവർ ആയിട്ടുള്ള പാസ്വേഡ് പോളിസി, അതുപോലെ തന്നെ നോ റൈറ്റ് ലിമിറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തത്, അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ബേസിക്കലി ഈ ഒരു വണ്ണബിലിറ്റി വരുന്നത്. സോ ഈ ഒരു ഡെമോയിൽ നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ടാർഗറ്റ് വെബ്സൈറ്റിൽ പ്രോപ്പറായിട്ട് റേറ്റ് ലിമിറ്റിങ്ങോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് പോളിസീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അറ്റാക്കേഴ്സിന് ഈസി ആയിട്ട് തന്നെ ആ ഒരു ബാക്കിയുള്ളവരുടെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടുത്തെ കേസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതെങ്ങനെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാമെന്നുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അഡ്മിൻ എന്ന് പറയുന്ന ഈ ഒരു ഇമെയിൽ ID ആണ്. സോ നമുക്ക് ഇമെയിൽ ID അറിയാം, ബട്ട് പാസ്വേഡ് അറിയത്തില്ല. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നേരത്തെ ചെയ്ത പോലെ തന്നെ ലോഗിൻ ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മളിവിടെ നമ്മുടെ ഈ ഒരു അറിയാവുന്ന അഡ്മിൻ്റെ ഇമെയിൽ ID കൊടുക്കുന്നു. ആഫ്റ്റർ ദാറ്റ് നമുക്ക് റാൻഡമായിട്ട് എന്തെങ്കിലും പാസ്വേഡ് കൊടുക്കുന്നു. നമ്മുടെ ബർച്യൂണിൻ്റെ അകത്ത് ഇത് ക്യാപ്ചർ ചെയ്യുന്നു. ഓക്കെ, സോ ഞാനിവിടെ നേരത്തെ ക്യാപ്ചർ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ട. ആൻഡ് നമ്മൾ ഇൻ്റർസെപ്റ്റ് ഓൺ ചെയ്തു ആൻഡ് ലോഗിൻ കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, സെൻഡ് ഇറ്റ് ടു റിപ്പീറ്റർ കൊടുത്തു ഓഫ് ചെയ്തു. ഓക്കെ, സോ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റിക്വസ്റ്റ് കിട്ടി. ഇവിടെ നമുക്ക് അറിയാം യൂസർ നെയിം കറക്റ്റാണ്, ഇമെയിൽ ID കറക്റ്റാണ്, ബട്ട് പാസ്വേഡ് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലീക്ഡ് ആയിട്ടുള്ള പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു പാസ്വേഡ് ലിസ്റ്റാണ്. ഓക്കെ, സോ ബെസ്റ്റ് 1050.txt എന്ന് പറയുന്ന ഈ ഒരു ലിസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ള പാസ്വേഡിൻ്റെ ലിസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഇതെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി കോപ്പി ചെയ്യുന്നു. ഓക്കെ, സോ ഞാൻ ഈ ഒരു പാസ്വേഡ് ലിസ്റ്റ് എല്ലാം കംപ്ലീറ്റ്ലി കോപ്പി ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഒരു വെബ്സൈറ്റിൽ പോകുന്നു. ജസ്റ്റ് ഈ ഒരു പേലോഡിനെ സെൻഡ് ടു ഇൻട്രൂഡ് കൊടുക്കുന്നു. ഓക്കെ,
സോ ഇൻട്രൂഡറിൽ പോയിട്ടാണ് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഇൻട്രൂഡറിൽ പോയതിന് ശേഷം നമുക്ക് എന്താണ് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യേണ്ടത്, യൂസർ നെയിമേ അറിയാം ബട്ട് പാസ്വേഡ് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അതിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ ജസ്റ്റ് ഇവിടെ ആഡ് കൊടുക്കുന്നു. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഇനി പേലോഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ നമ്മളിവിടെ പേലോഡ് വന്നിട്ട് സിമ്പിൾ ലിസ്റ്റ് ഉണ്ട്, ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട, നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. സോ അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു കോപ്പി ചെയ്ത പാസ്വേഡ്സ് എല്ലാം ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് ജസ്റ്റ് ഇവിടെ വന്നിട്ട് സ്റ്റാർട്ട് അറ്റാക്ക് കൊടുക്കുക ആൻഡ് നമുക്ക് ഇവിടെ റെസ്പോൺസ് കോഡ് നോക്കാം, എന്താണ് റെസ്പോൺസ് വരുന്നത്. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി 401 ആണ് വരുന്നത്. ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ഉള്ള റെസ്പോൺസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ കംപ്ലീറ്റ്ലി 401 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇത് കംപ്ലീറ്റ് ആവുന്നവരെ ജസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ അറ്റാക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് 401 അല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റാറ്റസ് കോഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സോ ജസ്റ്റ് അതിന് വേണ്ടി ഇവിടെ ടോപ്പിൽ സ്റ്റാറ്റസ് കോഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട 4021 അല്ലാതെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ 200 ഓക്കെ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാറ്റസ് കോഡ് ഉണ്ട്. സോ ജസ്റ്റ് ഇവിടെ റെസ്പോൺസ് നോക്കി കഴിഞ്ഞാൽ 200 ഓക്കെ ആണ്. ആൻഡ് ഇവിടെ നമുക്ക് വേലിഡായിട്ടുള്ള പാസ്വേഡും കിട്ടിയിട്ടുണ്ട്. admin 123 ആണ് ഇതിൻ്റെ പാസ്വേഡ്. സോ ഇനി നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഒരു അഡ്മിൻ്റെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് നമ്മൾ admin 123 കൊടുത്തു ആൻഡ് ലോഗിൻ കൊടുക്കുന്നു. സോ നമ്മൾ സക്സസ്ഫുള്ളി ലോഗിൻ ചെയ്ത് കയറിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ത്രൂ നമ്മൾ ഈ ഒരു പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യാം, അൺഓതറൈസ്ഡ് ഉള്ള ആക്സസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കെ, സോ ഇത് മാത്രമല്ല ഒരുപാട് ടെക്നിക്സ് ഇനിയും അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഡിഫറെൻറ്റ് വേയ്സിൽ നമുക്ക് ഓരോ വെബ്സൈറ്റ് അനുസരിച്ച് നമുക്ക് അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ആൻഡ് പുതിയ വൾണറബിലിറ്റീസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ പോലും പുതിയ 0 ഡേയ്സ് വൾണറബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഓരോ ഹാക്കേഴ്സായിട്ട് ഫൈൻഡ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി നമ്മൾ ഈ ഒരു വൈഫൈ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഹാക്കിംഗ് ടെക്നിക്സ് പഠിക്കുന്നതിൻ്റെ കാരണം നമ്മളൊരു ഹാക്കർ ആകാൻ മാത്രമല്ല, നമുക്ക് ഒരു അറ്റാക്കിൽ നിന്നും ഒരു കമ്പനി നമ്മൾ കയറാൻ പോകുന്ന കമ്പനീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹാക്കറിൽ നിന്നും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വേണം നമ്മൾ ഈ ഒരു ടെക്നിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ട. ഓക്കെ, ആൻഡ് ഈ ഒരു ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെനിട്രേഷൻ ടെസ്റ്റർ ആയിട്ട് ജോബിന് കയറാം. ഈവൻ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് ബഗ് ബൗണ്ടി ഹണ്ടർ ആവാം. സോ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു വെബ്സൈറ്റ് ഹാക്കിംഗ് ടെക്നിക്സ് ഒക്കെ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ ആകെ 3 ടെക്നിക്സ് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഇല്ല, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കാരണം. ആൻഡ് നമ്മൾ കംപ്ലീറ്റ്ലി കാണിച്ചിരിക്കുന്ന ഒരു ലാബ് സൈറ്റിലാണ്. ഇതുപോലെയൊക്കെ തന്നെയാണ്, ബട്ട് ലൈവായിട്ടുള്ള വെബ്സൈറ്റിൽ വരുമ്പോൾ ഇതിൽ കുറേ കൂടെയൊക്കെ ചേഞ്ചസ് വരും. അതെങ്ങനെയാണ് നമ്മളൊരു ലൈവ് വെബ്സൈറ്റിൽ നമ്മൾ ഈ ഒരു മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വൾണറബിലിറ്റീസ് ഫൈൻഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളെ ബഗ് ബൗണ്ടി കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ആ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. നിങ്ങളൊരു ബഗ് ബൗണ്ടി ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്കൊരു കമ്പനിയിൽ കയറി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു കോഴ്സാണ് ആ ഒരു ബഗ് ബൗണ്ടി ഹണ്ടിങ് കോഴ്സ്. ആൻഡ് അത് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ബിഗിനേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ബിഗിനേഴ്സ് ടു ഇൻ്റർമീഡിയറ്റ് ലെവൽ വരെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് നമുക്ക് ലോ സിവിയാരിറ്റി വൾണറബിലിറ്റീസ് മുതൽ നമ്മൾ ക്രിട്ടിക്കൽ സിവിയാരിറ്റി വൾണറബിലിറ്റീസ് വരെയുള്ള എല്ലാ എല്ലാ ബഗ്സും നമ്മൾ അതിൽ കവർ ചെയ്യുന്നുണ്ട്. SQL ഇഞ്ചക്ഷൻ, XSS, HTML ഇഞ്ചക്ഷൻ, ബ്രോക്കൺ ആക്സസ് കൺട്രോൾ, മിസ്കോൺഫിഗറേഷൻസ് ഇഷ്യൂസ്, അങ്ങനെ പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.